ഹലോ, ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഒറ്റ ദിവസം കൊണ്ട് തന്നെ നമുക്ക് ടാൻ മാറ്റാൻ പറ്റുന്ന ഒരു കിടിലം റെമഡിയാണ് കേട്ടോ. പിന്നെ ഇത് യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇൻസ്റ്റൻ്റായിട്ട് തന്നെ നമ്മുടെ ടാൻ റിമൂവ് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നമുക്കിതിൽ മൂന്ന് സ്റ്റെപ്പാണുള്ളത് കേട്ടോ. അടിപൊളിയാണ്, നിങ്ങൾ എന്തായാലും ട്രൈ നോക്കൂ, നല്ല റിസൾട്ടാണ്. നിങ്ങൾക്കിപ്പോൾ ഒരു ഫങ്ഷനൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ടാൻ വന്നിട്ട് ഭയങ്കര ഡള്ളായിട്ടാണ് ഇരിക്കുന്നത് എങ്കിൽ നമുക്ക് പെട്ടെന്ന് മാറ്റണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റിയ അടിപൊളി റെമഡിയാണ് കേട്ടോ. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യണം, നല്ല റിസൾട്ടായിരിക്കും, ട്രസ്റ്റ് മീ. അപ്പോൾ നമുക്ക് ഒട്ടും ലേറ്റ് ആക്കേണ്ട, വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ക്ലെൻസിങ് ആണ്. നമ്മുടെ ഫേസിൽ എന്തെങ്കിലും ടാനൊക്കെ മാറ്റുന്നതിന് മുന്നേ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ക്ലെൻസിങ് ആണ്. ഇപ്പോൾ ഞാനൊരു കാര്യം പറയാവേ, നമ്മുടെ ഫേസിൽ ഏത് പാക്ക് ഇടുന്നതിന് മുന്നായിട്ടും നമ്മൾ നന്നായിട്ട് ക്ലെൻസിങ് ചെയ്തേക്കണം. ഏതെങ്കിലും ഫേസ് വാഷ് കൊണ്ടിട്ട്, ഇല്ലെങ്കിൽ നമ്മളൊരു മൈൽഡ് ക്ലെൻസർ ഉപയോഗിക്കുക. ഞാനിപ്പോൾ ഫേസ് വാഷ് ഇട്ട് ഫേസൊക്കെ വാഷ് ചെയ്തായിരുന്നു, ശേഷമാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലെൻസ് ചെയ്യണത്. ഇത് ഭയങ്കര അടിപൊളിയാണ് കേട്ടോ. നമ്മുടെ ഫേസ് വാഷ് കൊണ്ട് ചെയ്താൽ തന്നെ ഇത്രയും നമുക്ക് റിസൾട്ട് കിട്ടത്തില്ല. ഇതെന്ന് പറയുന്നത് നമ്മുടെ മിൽക്കാണ്. മിൽക്ക് എന്ന് പറഞ്ഞാൽ ഡീപ്പായിട്ട് നമുക്ക് ക്ലെൻസ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. നമ്മുടെ പോഴ്സിലോട്ട് ഇറങ്ങിയിട്ട് നന്നായിട്ട് നമ്മുടെ ഡേർട്ടൊക്കെ വലിച്ചെടുത്ത് കളയാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ മിൽക്ക് എടുത്തിരിക്കുന്നത്. അടിപൊളിയാണ് കേട്ടോ, ഭയങ്കര അടിപൊളി റിസൾട്ടാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണേ. ആദ്യം നമ്മുടെ ഫേസിലൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ചെറിയ മസാജ് കൊടുക്കാവേ, നല്ലതാണ്. നമ്മുടെ ഫേസിൻ്റെ എല്ലാ ഭാഗത്തും അപ്ലൈ ചെയ്യാം. മിൽക്ക് ആയതുകൊണ്ട് തന്നെ നമ്മുടെ കണ്ണിൻ്റെ പോർഷൻസ് ഒക്കെ അപ്ലൈ ചെയ്യാം കേട്ടോ. അവോയ്ഡ് ചെയ്യേണ്ട ആവശ്യമില്ല. എന്നിട്ട് നമ്മുടെ നെക്കിൻ്റെ പോർഷനും വിട്ട് കളയരുത്. അപ്പോൾ രണ്ട് ഭാഗത്ത് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ഏത് പ്രോഡക്ട്സ് അപ്ലൈ ചെയ്യുന്നതിന് മുന്നായിട്ട് മസ്റ്റായിട്ട് ഫേസ് ക്ലെൻസ് ചെയ്ത് വെക്കണേ. ഇത് ഭയങ്കര അടിപൊളി ഒരു പ്രോഡക്റ്റാണ്. ഇപ്പോൾ നിങ്ങൾക്ക് അലർജിയോ മിൽക്കിൻ്റെ അലർജി വല്ലതും ഉണ്ടെങ്കിൽ നിങ്ങളിത് എടുക്കേണ്ട. അതിന് പകരം തൈര് യൂസ് ചെയ്യാം, കേർഡ് യൂസ് ചെയ്യാവുന്നതാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് ഫേസ് വാഷ് ചെയ്തേ ഉള്ളൂ. അടിപൊളി റിസൾട്ടാണ് കേട്ടോ. നന്നായിട്ട് ക്ലെൻസ് ചെയ്തിട്ടുണ്ട്. ഞാൻ കുറച്ച് ദിവസമായി കേട്ടോ ഫേസിൽ അപ്ലൈ ചെയ്തിട്ട്. അപ്പോൾ ഇപ്പം തന്നെ എനിക്ക് നല്ല ടാൻ ഉണ്ടായിരുന്നു, നന്നായിട്ട് മാറിയതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. നമ്മൾ കാണുമ്പോൾ നമുക്ക് ബിഫോറും ആഫ്റ്ററും മനസ്സിലാവുമല്ലോ. എന്നിട്ട് ഞാനൊരു ടിഷ്യൂ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഡാബ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മുടെ വീട്ടിൽ ചെയ്യാൻ പറ്റിയ DIYs ആണ് നമ്മൾ മിക്കതും പരീക്ഷിക്കുന്നത്, ഇതിൽ നമ്മൾ ചാനലിൽ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കും. വീട്ടിൽ കിട്ടുന്ന പ്രോഡക്റ്റ്സ് ആയതുകൊണ്ട് തന്നെ നമുക്ക് വലിയ പാടോ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. കോസ്റ്റ് ഭയങ്കര കുറവാണ്, അതുകൊണ്ടാണ് കേട്ടോ ഞാനങ്ങനെ പറഞ്ഞത്. ശേഷം നമ്മൾ ചെയ്യാമെന്ന് വെച്ചാൽ ആവി പിടിക്കുകയാണ്. ഞാൻ കുറച്ച് നവരെ ഇലയിട്ടിട്ടുണ്ട് കേട്ടോ. എന്തായാലും അതൊന്ന് കിട്ടിക്കോട്ടെ എന്ന് വെച്ചാൽ എനിക്ക് ചെറുതായിട്ട് സൈനസൊക്കെ പെട്ടെന്ന് വരുന്ന ആളാണ്. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ കുറച്ച് നവരയിലയും കൂടി ഇട്ടിട്ടാണ് ആവി പിടിക്കുന്നത്. നിങ്ങൾ നന്നായിട്ട് ആവി പിടിക്കും. നിങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ പിടിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഷീറ്റോ ബെഡ്ഷീറ്റോ അങ്ങനെ എന്തെങ്കിലും പുതച്ചിട്ട് ചെയ്യാമേ, അത് അടിപൊളിയായിരിക്കും. ശേഷം നമ്മൾ ചെയ്യാൻ പോകുന്നത് നെക്സ്റ്റ് ഒരു പാക്ക് ഇടുക എന്നുള്ളതാണ് കേട്ടോ. പെട്ടെന്ന് ചെയ്യാൻ പറ്റും, നമുക്ക് പെട്ടെന്ന് നല്ല റിസൾട്ടും കിട്ടും കേട്ടോ. അതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് പാല്, നമ്മുടെ കോഫി പൗഡർ, പിന്നെ നമ്മുടെ ഇതില്ലേ കൂരവ് പൊടി, അതാണ്. പിന്നെ നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത് നമ്മുടെ തക്കാളിയാണ്. തക്കാളി നല്ല പഴുത്ത തക്കാളി ഒരു പകുതി എടുത്ത് നന്നായിട്ട് ഞാൻ സ്ക്വീസ് ചെയ്തിട്ട് അതിൻ്റെ നീര് ഫുള്ളും എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മിക്സിയിൽ അടിച്ചിട്ട് അങ്ങനെ വേണമെങ്കിൽ എടുക്കാവേ. നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്യുന്നുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫേസിൽ ഒരു പാക്ക് പോലെ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അടിപൊളി റിസൾട്ടാണ്, ട്രസ്റ്റ് മീ. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. എന്നിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടി എന്തായാലും കമൻറ്റ് ചെയ്യണേ. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഇതിലേതെങ്കിലും ഒരു പ്രോഡക്റ്റ് അലർജി ഉണ്ടെങ്കിൽ നിങ്ങളത് അവോയ്ഡ് ചെയ്യണം. നിങ്ങളുടെ സ്കിന്ന് നിങ്ങൾക്ക് അറിയാവുള്ളൂ. ഇതെനിക്ക് ഭയങ്കര പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ് കേട്ടോ. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന എല്ലാം. നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുള്ള സംഭവങ്ങളുണ്ടെങ്കിൽ നിങ്ങളിതൊക്കെ മാറ്റണം കേട്ടോ. മോനൂട്ടൻ ഇടയ്ക്ക് ഓടി വന്നേ, ഭയങ്കര വികൃതിയായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടപ്പുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് നോക്കുന്നുണ്ട് എന്താണ് ചെയ്യണമെന്ന്. മീൻസ് എന്തെങ്കിലുമൊക്കെ വയ്ക്കും കേട്ടോ, എന്തെങ്കിലും ചെയ്ത് വയ്ക്കുക. അപ്പം പിന്നെ ഇരട്ടിപ്പണിയാൻ കൊണ്ട് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് അങ്ങനെ. അപ്പോൾ ഫേസിൽ നന്നായിട്ട് നമ്മളെല്ലാം അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ ഫേസ് വലിയ പിമ്പിൾസോ കാര്യങ്ങളോ ഒന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു സ്ക്രബ് കൊടുക്കാമേ. എനിക്ക് ആക്നെ പ്രോൺ സ്കിന്നാണ്, മീൻസ് എനിക്ക് പെട്ടെന്ന് ഒരു കോമ്പിനേഷൻ സ്കിന്നാണ്. ചില സമയത്ത് ഡ്രൈ പോലെ തോന്നും, ചില സമയത്ത് നല്ല ഓയിലി പോലെ തോന്നും കേട്ടോ. അപ്പോൾ ഒരു കോമ്പിനേഷൻ സ്കിന്നാണ്, അതുകൊണ്ട് തന്നെ ഞാൻ സ്ക്രബ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്ക്രബ് ചെയ്യാം. വേറെ പ്രോബ്ലംസോ കാര്യങ്ങളോ ഒന്നും ഇല്ലെങ്കിൽ അടിപൊളിയാണ്. തരിയുള്ള കൂരവിൻ്റെ പൊടിയാണെങ്കിൽ നമുക്ക് ഇത് സ്ക്രബ് ചെയ്യാം കേട്ടോ. മൂക്കിൻ്റെ ഏരിയാസിൽ, അറൗണ്ട് ദ മൗത്ത് ഏരിയാസ്, പിന്നെ ചീക്കിൻ്റെ സൈഡിലെല്ലാം നമുക്ക് നന്നായിട്ട്, പിന്നെ നമ്മുടെ ലിപ്സിൻ്റെ ആ ഭാഗത്ത് എല്ലാം നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. പിന്നെ ഏത് പ്രോഡക്റ്റ്സ് നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്താലും നെക്കിൻ്റെ പോർഷൻ വിട്ടു പോകരുതേ, കാരണം രണ്ടും രണ്ട് കളറായി പോകും. അത് ഭയങ്കര വൃത്തികേടായിരിക്കും കേട്ടോ.
മസ്റ്റായിട്ടും എൻ്റെ പൊന്നു ഗൈസ് നിങ്ങൾ എന്തായാലും ചെയ്ത് നോക്കൂ, നല്ല റിസൾട്ടാണ് കേട്ടോ. പിന്നെ നമ്മുടെ സ്കിന്ന് ഇതെല്ലാം നമ്മൾ കൺസിസ്റ്റൻ്റായിട്ട് ചെയ്യണം കേട്ടോ. ഇപ്പം ഒരു പാക്ക് ഇട്ട് ഒരു ദിവസം ഇട്ടു എന്ന് പറഞ്ഞ് ജീവിതകാലം മുഴുവനും അത് നിൽക്കത്തില്ല. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും ഒരു സ്കിൻ കെയർ ചെയ്തുകൊണ്ടേ ഇരിക്കണം കേട്ടോ. അത് നമ്മുടെ ഡെയിലി റൂട്ടീൻ പോലെ, അല്ലെങ്കിൽ നമ്മൾ എല്ലാ പ്രാവശ്യവും ഇടയ്ക്കിടയ്ക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. എന്നാൽ മാത്രമേ നമുക്ക് റിസൾട്ട് കിട്ടുള്ളൂ. പിന്നെ അതിൽ ഹോം റെമഡീസാണ്, അപ്പം ഇറ്റ്സ് ടേക്ക് ടൈം. പിന്നെ നമ്മൾ ഒട്ടും ഒരു പ്രോഡക്റ്റും ഇതുവരെയ്ക്കും ഉപയോഗിക്കുന്നില്ല, നിങ്ങൾ സ്കിൻ ഒട്ടും ശ്രദ്ധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് ഒരു തവണ ചെയ്തു നോക്കൂ. ഇതിന് മുന്നിൽ നമ്മൾ കുറേ വീഡിയോസ് ചെയ്തിട്ടുണ്ട്, DIYs. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ, നല്ല റിസൾട്ട് കിട്ടും. നിങ്ങളുടെ സ്കിന്ന് നല്ലൊരു ചേഞ്ച് എന്തായാലും കിട്ടും കേട്ടോ. മോനും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുന്നുണ്ട്, അതാണ് ഞാൻ നോക്കണം കേട്ടോ. പിന്നെ മൂക്കിൻ്റെ ഏരിയാസിലൊന്നും വിട്ടു പോകരുതേ. ഇതിന് മുന്നേ നമ്മളൊരു ഹെയർ കെയർ പാക്കിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്, അടിപൊളിയാണ് കേട്ടോ. എനിക്കിഷ്ടപ്പെട്ട കുറേ ഹെയർ കെയർ പാക്കിൻ്റെ വീഡിയോസ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്, അത് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കും. ഹോം റെമഡീസാണ്, നമുക്ക് കാശ് ചിലവില്ലാത്ത റെമഡീസാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. നമ്മളെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും നല്ല റിസൾട്ടും കിട്ടും, നമ്മുടെ ഹെയറിനും അടിപൊളിയായിരിക്കും കേട്ടോ. പിന്നെ ഒരു 10 മിനിറ്റൊക്കെ വെയിറ്റ് ചെയ്താൽ മതി, ഭയങ്കര ഇറുകുന്ന രീതി വെക്കേണ്ട, റിങ്കിൾസൊക്കെ വരും കേട്ടോ. അപ്പോൾ നമുക്ക് വാഷ് ചെയ്തിട്ട് കാണാം. ഞാൻ ഫേസൊക്കെ ഒന്ന് വാഷ് ചെയ്ത് മേലെല്ലാം കഴുകിയിട്ട് വന്നു. അടിപൊളി റിസൾട്ടായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്, കാരണം ഞാൻ ഫേസ് മാസ്ക് ഒക്കെ ഇട്ടിട്ടൊരു ദിവസമെങ്കിലും ആയി കാണും കേട്ടോ. അപ്പോൾ നല്ല റിസൾട്ടുണ്ട്, ടാനൊക്കെ നന്നായിട്ട് ഉണ്ടായിരുന്നിട്ട് ഞാൻ ചെയ്ത ഒരു ഫേസ് മാസ്കാണ്. അപ്പോൾ എനിക്ക് അടിപൊളി റിസൾട്ട് കിട്ടി. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തൊരു ബെൽ ബട്ടൺ ഉണ്ട്, അതും കൂടി എനേബിൾ ചെയ്തേക്കും, എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് വരത്തുള്ളൂ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്, ലവ് യു ഓൾ, ബൈ, ടേക്ക് കെയർ.